അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഒരു സ്ത്രീയെ കെട്ടിക്കാൻ അധികാരപ്പെട്ട ബാധ്യസ്ഥരായ ആളുകൾക്കാണ് വലിയ് എന്ന് പറയുന്നത്. അവർക്കൊരു അധികാരക്രമമുണ്ട്, ഒരു ഉത്തരവാദിത്ത ക്രമമുണ്ട്. ആ ക്രമത്തിൽ നമ്പർ 1 നിൽക്കുന്ന ആളുകളാണ് വാപ്പയും വല്യാപ്പയും. 2 ആ പെണ്ണിൻ്റെ കുടുംബക്കാർ. 3 വരുന്നതാണ് ഖാദി എന്ന് പറയുന്നത്. ഇത് 3 വരാം. ഒരു പെൺകുട്ടി ഇസ്ലാമിലേക്ക് വന്നു, കുടുംബങ്ങളൊക്കെ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളാണെങ്കിൽ ആ കുട്ടിയെ കെട്ടിക്കേണ്ടത് ഖാദിയാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് പറയാം. വാപ്പയും വല്യാപ്പയും മുജിബിറായ വലിയ എന്ന് പറയും. സമ്മതം ഇല്ലെങ്കിലും കെട്ടിക്കാൻ അധികാരമുള്ളവർക്ക് മുജിബിർ എന്ന് പറയും, മുജിബിറായ വലിയ. മറ്റവർക്ക് ഗൈറു മുജിബിർ എന്ന് പറയും. വഹുവ വലിയ അബുൻ, വാപ്പയാണ്. ഫൈന്ദ ആദമിഹി, വാപ്പ ഇല്ലാതിരിക്കുമ്പോൾ, ഹിസ്സൻ ഇല്ല, ജീവിച്ചിരിക്കുന്നില്ല. ഔ ഷറാൻ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, നിയമപരമായിട്ടില്ല. കാഫറായിരിക്കാം, അല്ലെങ്കിൽ ഫാസിഖായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞില്ലേ. അടിമയായിരിക്കാം. അങ്ങനെ ജീവനോടെ ഇല്ല, അല്ലെങ്കിൽ ഷറാൻ നിയമപരമായിട്ടില്ല എങ്കിൽ അബൂഹു, വാപ്പാൻ്റെ വാപ്പയാണ്. വൈനൽ എത്ര മുകളിലോട്ട് പോയാലും വാപ്പാൻ്റെ വാപ്പ. ഫൈസബിജാനി, അവർ 2 പേരും കെട്ടിക്കും. അബുൻ ജദ്ദും ഹൈസുല അദാവത്ത ലാഹിറ, ശത്രുതയില്ലാത്തപ്പോൾ, വാപ്പാൻ്റെയും മകൾക്കുമിടയിൽ ശത്രുതയില്ലാത്തപ്പോൾ, വാപ്പാൻ്റെയും മകൾക്കുമിടയിൽ ശത്രുതയില്ലാത്തപ്പോൾ അവർക്ക് കെട്ടിക്കാം. ബിക്റിനെ കെട്ടിക്കാം. ബിഗൈരി ഇതിന് ആ സമ്മതമില്ലാതെ കെട്ടിക്കാം. വാപ്പാൻ്റെയും മകൾക്കിടെ ശത്രുത ഉണ്ടെങ്കിൽ, സമ്മതം ഉണ്ടെങ്കിൽ കെട്ടിക്കാൻ പറ്റും. നോക്കൂ, ആരെയാണ് സമ്മതമില്ലാതെ കെട്ടിക്കുക? ഒന്ന് ബിക്ർ, കന്യകയാണ്. അല്ലെങ്കിൽ കന്യകത്വം നഷ്ടപ്പെട്ട സ്ത്രീ, സയ്യിബ്. ആ കന്യകത്വം നഷ്ടപ്പെടുന്ന 2 രീതിയിലുണ്ട്. സംഭോഗത്തിലൂടെ അല്ലാതെ നഷ്ടപ്പെടാം, ഏതെങ്കിലും അപകടം കൊണ്ടോ. ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്. ഔ സയ്യിബം ബിലാവത്തീനും, 10 ഇല്ലാതെ സയ്യിബായ സ്ത്രീയെ. അങ്ങനെയൊക്കെ അൻസാലത്ത് ബക്കാറത്തു, ഹാവള ബക്കാറത്ത് നീങ്ങിപ്പോയി. മിനാബി ഇസ്ബൈൻ, വിരൽ പോലത്ത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ ടെസ്റ്റ് കാരണമായിട്ടൊക്കെ ബക്കാറത്ത് നീങ്ങിപ്പോയി. ആ കന്യകാചർമ്മം പൊട്ടിപ്പോയി. അങ്ങനത്തെ ഈ പെണ്ണിനെയും, വിവാഹിതയല്ല എന്നർത്ഥം, അവരെ കെട്ടിക്കാൻ പോയി ഇതിന് ആ സമ്മതമില്ലാതെ. അപ്പോൾ ഫലായിസ്തറത്തുൽ ഇതിനു മിൻഹ, പെണ്ണിൻ്റെ സമ്മതം ഷർത്തില്ല. ബാലിഗത്തൻ കാനത്ത് ഔ ഗൈറ ബാലിഗ, പ്രായപൂർത്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷർത്തില്ല. എന്തുകൊണ്ട്? ലി കമാലി ഷഫഖത്തി, വാപ്പ വല്യാപ്പ എന്ന് പറയുന്നവരുടെ സ്നേഹം പൂർണ്ണമാണ് എന്നതിനാൽ മകളെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തൂല എന്നതുകൊണ്ട്. ഷഫഖത്ത്, സ്നേഹം. ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസുമുണ്ട്. അസ്സയ്യിബു അഹഖു ബിനഫ്സിഹാ മിൻ വലിയിഹ, സയ്യിബ് വലിയിനേക്കാൾ അവളുടെ സ്വന്തത്തിൽ അവകാശമുള്ളവളാണ്. അപ്പോൾ അവളെ സമ്മതമുണ്ടെങ്കിലേ കെട്ടിക്കാൻ പറ്റൂ. സയ്യിബിനെ, കന്യകത്വമില്ലാത്ത കെട്ടിച്ച പെണ്ണിനാണ് സയ്യിബ് എന്ന് ഉദ്ദേശിക്കുന്നത്. വൽ ബിക്രു, കന്യക, ഇസബ്ബിജുഹ അബൂഹ, അവളെ അവളുടെ പിതാവ് കെട്ടിക്കുന്നതാണ്. അപ്പോൾ സയ്യിബോ, കന്യക അല്ലാത്ത സ്ത്രീയോ, അവളാണ് അഹഖു ബി നഫ്സിഹ, അവളുടെ നഫ്സിൽ ഏറ്റവും അവകാശപ്പെട്ടവർ മിൻ വലിയ, വലിയനേക്കാൾ. ഏതായാലും ഇങ്ങനെ സമ്മതമല്ലാതെ കെട്ടിക്കുമ്പോൾ ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞു, ശത്രുത ഉണ്ടാകാൻ പാടില്ല. 2ാമത്തെ ഷർത്തിൽ കുഫുവിനോടെ കെട്ടിക്കാൻ പറ്റുള്ളൂ. അനുയോജ്യനായ ഭർത്താവിനോട് കെട്ടിക്കാൻ പറ്റുള്ളൂ. അനുയോജ്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാഠം വരുന്നുണ്ട്. മറ്റൊരു ഷർത്ത് മുസ്ലിം ബി മഹ്റിൽ മുസ്ലിം, മഹർ മിസ്ർ നൽകാൻ ആവതുള്ള, കഴിവുള്ള കുഫിനോട് കെട്ടിക്കാൻ പറ്റും. മഹർ മിസ്ലില്ലേ, അവളെ പോലെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മഹറിന് കഴിവുള്ള പുരുഷനോട് കെട്ടിക്കാം, കുഫുവായ പുരുഷനോട് കെട്ടിക്കാം. അപ്പോൾ കുഫിനോട് കെട്ടിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ മഹറിന് സാധിക്കാത്ത ഭർത്താവിനോട് കെട്ടിച്ചാലോ? അതാണ് പറയുന്നത്. ഫഇൻ സബ്ബജഹൽ മുജ്ബിറു, അപ്പോൾ മുജിബിർ അവളെ കെട്ടിച്ചു. മുജിബിർ ആരാ? വാപ്പയോ വല്യാപ്പയോ.
ഗൈരി കുഫിൻ, കുഫു അല്ലാത്ത യോജ്യനല്ലാത്ത ഭർത്താവിനോട് കെട്ടിച്ചാൽ ലം യസിഹ നിക്കാഹു. വക്കത അതുപോലെ നിക്കാഹ് സ്വഹിയല്ല ഇൻ സബ്ബജഹാലി ഗൈരി മൂസിലിം ബിൽ മഹരി, മഹർ നൽകാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവനോട് കെട്ടിച്ചാലും. ഇത് ഇമാം ഷെയ്ഖാനി പ്രബലപ്പെടുത്തിയ അഭിപ്രായമാണ്. പക്ഷേ ലാക്കിനൽ ഇഖ്താറഹു ജമ്മുൻ മുഹഖിഖൂൻ, മുഹഖിഖുകളായ പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് അസ്സിഹത്തു, നിക്കാഹ് സ്വഹിയാകും ഫിസാനിയത്തി, മഹറിന് കഴിയാത്ത സാമ്പത്തിക ശേഷിയില്ലാത്തവനോട് കെട്ടിച്ചാലും നിക്കാഹ് സ്വഹിയാകും. പക്ഷേ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മഹർ കൊടുത്തിട്ടേ പറ്റൂ. പാഴത്ത് മദഹു ഷെയ്ഖുന ബിൻ സിയാദ്, ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി അഭിപ്രായത്തെയാണ് പ്രബലപ്പെടുത്തിയത്. അപ്പോൾ അതാണ് പ്രബലം. സാധുവിനോട് കെട്ടിക്കുകയാണെങ്കിൽ നിക്കാഹ് സ്വഹിയാകും, പക്ഷേ അവളങ്ങോട്ട് പോകാൻ നിർബന്ധിക്കാൻ പറ്റില്ല. അത് മഹർ കിട്ടിയിട്ടേ പറ്റൂ, മുസ്റായിട്ടേ പറ്റൂ. ഇനി എന്നാൽ അവർ പറയണം ഇഷ്തറത്തുൽ ജവാസി മുബാശറത്തിഹി ലിദാലിക ലാലി സിഹത്തിഹി ഖൗനുഹു ബി മഹ്റിൽ മിസ്ലിൽ ഹാലി മിൻ അഖദിൽ ബലദി. മറ്റൊരു ഷർത്തും കൂടി ഉണ്ട്. എന്താ? നിക്കാഹ് സ്വഹിയാകും, പക്ഷേ റൊക്കം മഹറിനല്ലാതെ നിക്കാഹ് ചെയ്യൽ ഹറാമാണ്, നിക്കാഹ് ചെയ്ത് കൊടുക്കൽ ഹറാമാണ്. അതുപോലെ നാട്ടിലെ നാണയത്തിനല്ലാതെ നിക്കാഹ് ചെയ്ത് കൊടുക്കലും ഹറാമാണ്. നിക്കാഹ് ചെയ്ത് കൊടുത്താൽ സ്വഹിയാകും, പക്ഷെ അനുവദനീയമല്ല. അവൾക്ക് കിട്ടാനുള്ളത് നേരെ റൊക്കം തന്നെ കിട്ടണം. അത് നാട്ടിലെ നാണയത്തിനായിരിക്കുകയും വേണം. അതാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കണേ. വൈസ്തറത്തുൽ ജവാസി മുബാശറത്തിഹി ലിദാലിക, നിക്കാഹ് എന്ന് പറയുന്ന അഖദുമായി അയാൾ സംബന്ധപ്പെടുന്നതിന് ബന്ധപ്പെടൽ അനുവദനീയമാകുന്നതിന് ഷർത്താണ്. ലാലി സിഹത്തിഹി, ശരിയാകുന്നതിനല്ല, ജായിസാകുന്നതിന് ഷർത്താണ്. എന്ത്? ഇഷ്തർത്തുവിൻ്റെ നായിഫായിൽ കൗനുഹു അഖദായിരിക്കണം ബി മഹ്റുൽ മിസ്ലി, മഹ്ർ മിസ്ലി കൊണ്ടായിരിക്കണം, മഹ്ർ മിസ്ലിന് പകരമായിരിക്കണം. അല്ല ഹാലി, റൊക്കമായിട്ടുള്ള ഇപ്പോൾ തന്നെ നൽകൽ നിർബന്ധമായ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മഹ്ർ എന്ന് പറഞ്ഞാൽ പറ്റില്ല. മിൻ അഖദിൽ ബലദി, നാട്ടിലെ നാണയത്തിൽ നിന്നുള്ള, നാട്ടിലുള്ള നാണയം, സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണം, വെള്ളിയാണെങ്കിൽ വെള്ളി, അതെന്താണോ അതിനായിരിക്കും. അപ്പോഴല്ലേ അവൾക്ക് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ ഇഷ്തറത്തുൽ ജവാസി മുബാശറത്തിഹി, ഈ വാപ്പയും വല്യാപ്പയും നിക്കാഹുമായി ബന്ധപ്പെടൽ അനുവദനീയമാകുന്നതിന് നിർബന്ധമാണ്. ലിദാലിക അഖദിൻ്റെ നിക്കാഹുൽ അഖദുമായി ബന്ധപ്പെടൽ അനുവദനീയമാകുന്നതിന് ഷർത്താണ് കൗനുഹു ബി മഹ്റിൽ മിസ്ലി. പക്ഷേ സ്വഹിയാകും. ഹറാമായ രീതിയിൽ ഇനി കെട്ടിച്ചു എന്നൊക്കെ മഹ്ർ മിസ്ലിനല്ലാതെ, റൊക്കത്തിനല്ലാതെ, നാട്ടിലെ നാണയത്തിനല്ലാതെ കെട്ടിച്ചാലും നിക്കാഹ് സ്വഹിയാകും, പക്ഷേ ഹറാമാണ്. പെണ്ണിന് നല്ല അധികാരമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫൈൻ ഇൻതഫയാണ്. ഇത് രണ്ടുമില്ലെങ്കിൽ അപ്പം മഹ്ർ മിസ്ലി പറഞ്ഞില്ല, നാട്ടിലെ റൊക്കം നാണയത്തിനായില്ല, എന്നാൽ സഹാനിക്ക സ്വഹ മഹ്റുൽ മിസ്ലി, മഹ്ർ മിസ്ലിനാ സ്വഹിയാകുക. മിൻ അഖദിൽ ബലദി, നാട്ടിലെ നാണയത്തിൽ നിന്ന് മഹ്ർ മിസ്ലിന് നിക്കാഹ് സ്വഹിയാകും. ഇനിയൊരു തർക്ക പരിഹാരം. വാപ്പ വല്യാപ്പ കുട്ടിനെ കെട്ടിച്ചു, പെണ്ണും ഭർത്താവും തമ്മിൽ തർക്കമായി. നിങ്ങൾ കുഫു അല്ല കുഫുവാണ്, കുഫു അല്ല കുഫുവാണ്. പെണ്ണ് പറയാണ് നിങ്ങൾ എനിക്ക് കുഫു അല്ല, അതുകൊണ്ട് എനിക്കത് സ്വഹിയായിട്ടില്ല. ഭർത്താവ് പറയാണ് എന്ത്? കുഫുവാണ് എന്ന് എൻ്റെ ഉപ്പ പറഞ്ഞിക്കണ്, എൻ്റെ ഉപ്പ പറഞ്ഞിക്കണ് കുഫുവാണ്. അപ്പോൾ വാപ്പ പറയുന്നു കുഫുവിനോടാണ് കെട്ടിച്ചത്, പെണ്ണ് പറയുന്നു അല്ല കുഫുവിനോടല്ല കെട്ടിച്ചത്, അതുകൊണ്ട് നിക്കാഹ് ബന്ധം വേർപ്പെടേണ്ടതാണ്. ആരതാ സ്വീകരിക്കാം? വലു അഖറ മുജ്ബിറും ബിൻ നിക്കാഹി, നിക്കാഹിന് നിർബന്ധിക്കുന്ന വലിയ അഥവാ വാപ്പയോ വല്യാപ്പയോ സമ്മതിച്ചു കൊടുത്താൽ, ലി കുഫുവിൻ, കുഫുവിനോട് സമ്മതിച്ചു കൊടുത്തു, കുഫുവാണ് എന്ന് സമ്മതിച്ചാൽ, കുബില ഇഖ്റാറുഹു, അവർ ഇഖ്റാറു സ്വീകരിക്കപ്പെടും. വൈൻ അങ്കറത്തുഹു, സ്ത്രീ അത് നിഷേധിച്ചാൽ പോലും. അപ്പോൾ വാപ്പയും ഭർത്താവും എന്ത് പറയണത്? ഞാൻ കുഫുവാണ് എന്ന് പറയുന്നു. അതാണ് നിക്കാഹ് കൊണ്ട് മുജ്ബർ സമ്മതിച്ചു. ഈ കുഫുവിൻ,
കുഫൂനിക്ക് സമ്മതിച്ചാൽ കുബില ഇഖറാറുഹു അവൻ്റെ ഇഖറാർ സഹിയാകും. വൈൻ അങ്കറത്ത് അവൾ നിഷേധിച്ചാലും ഹോത് എന്ന മൻ മലക്കൽ ഇൻഷാ ഒരു അഖ്ദ് ഉണ്ടാക്കാൻ അധികാരമുള്ള വ്യക്തി മലക്കൽ ഇഖറാറ അത് സമ്മതിച്ച് പറയാനും അംഗീകരിച്ച് പറയാനും ഉടമസ്ഥതയും അധികാരവുമുള്ളവനാണ്. എനിക്കത് നടത്താനൊക്കെ അധികാരമുണ്ടല്ലോ കുഫൂനോട്. അപ്പോൾ പിന്നെ അത് ഇഖ്റാർ ചെയ്യാനും അയാൾക്ക് അധികാരമുണ്ട്. ബിഖലാഫി ഗൈരിഹി ഇൻഷാവിന് ഉടമസ്ഥത ഇല്ലാത്തവർക്ക് പറ്റില്ല. ഇയാൾക്ക് ഇവിടെ ഇൻഷാവിന് ഉടമസ്ഥത ഉണ്ടല്ലോ, കാരണം ഈ പെണ്ണിൻ്റെ സമ്മതമില്ലാതെ തന്നെ കെട്ടിക്കാൻ പറ്റും. അതാണ് ഇൻഷാ എന്ന് പറഞ്ഞാൽ ഒരിടപാട് ഉണ്ടാക്കുക. അതിന് സ്വന്തമായ അധികാരമുണ്ട് വാപ്പാക്ക് എങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുത്ത് കുഫാണ് എന്ന് ഇഖ്റാർ ചെയ്താൽ ആ വാക്കും സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഏതായാലും വാപ്പാക്കും വല്യാപ്പാക്കും കെട്ടിക്കാൻ സമ്മതമല്ലാതെ കെട്ടിക്കാൻ പാടില്ലാത്ത പെണ്ണേതാ ലാ ഇസബിജാനി സയ്യിബൻ ഫത്തി വത്ത് കൊണ്ട് സയ്യിബായ സ്ത്രീയെ മകളെ പേരമകളെ അവർ രണ്ടുപേരും കെട്ടിക്കൂല. അവരോ സിനൻ വ്യഭിചാരത്തിലാണ് സയ്യിബായതെങ്കിലും വൈൻകാനത്ത് സുയൂബത്തുഹാ ബി ഖൗലിഹ അവൾക്ക് സുയൂബത്തുണ്ട്, കന്യകത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവളെ വാക്കുകൊണ്ടാണ് ഉണ്ടായത് എങ്കിലും ഇൻ ഹലഫത്തോട് സത്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ സയ്യൂബത്ത് നഷ്ടപ്പെട്ടു. സയ്യൂബത്ത് പറഞ്ഞാൽ കന്യകത്വം ഇല്ലായ്മ, അത് അവൾ പറഞ്ഞിട്ടാണ് എങ്കിൽ പോലും, ഇനി വ്യഭിചാരത്തിലാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ പോലും ഈ സയ്യിബിനെ കെട്ടിക്കൂല. ഇൻ ഹലഫത്ത് അവൾ സത്യം ചെയ്യുകയാണെങ്കിൽ ഇല്ലാ ബീദിനിഹ അവളെ സമ്മതമില്ലാതെ. ആ സമ്മതം മൗനമാകരുത്, നുത്തുഖൻ വാക്കാൽ സമ്മതം വേണം. ഇൽ ഖബരി സ്വാഹിഹി സാബിക്ക് നേരത്തെ പറഞ്ഞ ഹദീസിലെ അസ്സയ്യിബു കന്യകത്വമില്ലാത്ത സ്ത്രീ അഹഖു ബിനഫ്സി അവളാണ് സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ അവകാശപ്പെട്ടവൾ മിൻ വലിയ വലിയനേക്കാണ്. അപ്പോൾ വലിയന് സമ്മതമില്ലാതെ കെട്ടിക്കാൻ പറ്റും. കെട്ടിക്കേണ്ട വലിയ തന്നെയാണ്, പക്ഷേ ഇവിടെ സമ്മതം വേണം. കണക്കന്നല്ലേ. അങ്ങനത്തെ ആൾ ആരെ കെട്ടിക്കും? നേരത്തെ പറഞ്ഞു ബിക്കറിനെ കെട്ടിക്കുമ്പോൾ ഇനി പ്രായപൂർത്തിയായ പെണ്ണിനെയും കെട്ടിക്കുക, പ്രായപൂർത്തി അല്ലാത്ത പെണ്ണിനെയും കെട്ടിക്കുക, കാരണം സമ്മതം നിർബന്ധമല്ല. ഇവിടെ സയ്യിബിനെ കെട്ടിക്കുമ്പോൾ ബാലികത്തിനായിരിക്കണം. കൊണ്ട് സയ്യിബായ സ്ത്രീയെ കെട്ടിക്കൂല, അവളെ സമ്മതമല്ലാതെ നുത്തുക്കൻ വാക്കാൽ സമ്മതം വേണം. ആ വാക്കാൽ സമ്മതം എപ്പോൾ തന്നെ വേണം? ബാലികത്തിന് പ്രായപൂർത്തിയായ അവസ്ഥയിൽ തന്നെ വേണം, നേരത്തെ കൊടുത്തിട്ട് കാര്യമില്ല. ഫലാ തുസയ്യിബിജു അപ്പോൾ വലിയ കെട്ടിക്കൂല സയ്യിബ സഗീറത്ത ചെറിയ സയ്യിബത്തിനെ അൽ ആഖിലത്ത ബുദ്ധിയുള്ള അൽ ഹുറത്ത സ്വതന്ത്രയായ ഏതുവരെ കെട്ടിക്കൂല ഹത്താത്ത ബുലുഗ അവൾക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ കെട്ടിക്കൂല. ആഖിലത്താണ് ഹുറത്തൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. യാതും ഏറ്റുപാലിന് അവളെ സമ്മതം പരിഗണിക്കില്ല. ഇസ്ലാമിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വാക്ക് പരിഗണിക്കുന്നതല്ല. ഖിലാഫ് അബി ഹനീഫത്ത് റഹിമഹുല്ലാ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ ഈ വിഷയത്തിൽ എന്തായിട്ടുണ്ട്? വിയോജിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ചെറിയ പെൺകുട്ടിയാണെങ്കിലും അവളെ കെട്ടിക്കാവുന്നതാണ്. ചെറിയ പെൺകുട്ടിയാണെങ്കിലും ചെറിയ പെൺകുട്ടിൻ്റെ വലിയനെന്ത് ചെയ്യുക? വിക്കറാകട്ടെ സയ്യിബാവത്തെ എന്നിട്ട് എന്ത് ചെയ്യുക? കെട്ടിക്കാവുന്നതാണ്. അപ്പോൾ അസ്ബക്കാർക്കൊക്കെ കെട്ടിക്കൽ അനുവദനീയമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മാക്ക് അധികാരമുണ്ട്, പിന്നെ ജ്യേഷ്ഠാനിയത്തിമാർക്ക് അധികാരമുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഉമ്മാൻ്റെ മക്കൾക്ക് അധികാരമുണ്ട്. ഇനി സയ്യിബാണ് ബിക്റാണ് എന്ന വാദം ആരുടേതാണ് സ്വീകരിക്കുക എന്നില്ല. പെണ്ണ് പറയുമ്പോൾ തന്നെ തിരിയാ തുസദ്ദഖുൽ മറത്തു പെണ്ണിൻ്റെ വാദം അംഗീകരിക്കപ്പെടുമ്പോൾ ബാലിഗത്തു പ്രായപൂർത്തിയായ പെണ്ണിൻ്റെ വാദം സ്വീകരിക്കപ്പെടും. ഫി ദാവ ബക്കാറത്തിന് അവൾക്ക് ബക്കാറത്തുണ്ടായിരുന്നു എന്ന വാദത്തിൽ ബിലായമീന് സത്യം ചെയ്യിപ്പിക്കാതെ തന്നെ ഞാൻ ബിക്കറാണെന്നാണ് ബിക്കറാണ്. ഒഫീ സുയൂബത്തിൻ അതുപോലെ തന്നെ സയ്യിബാണ് എന്ന വാദത്തിലും അവിടെ വാദം സ്വീകരിക്കപ്പെടും. എപ്പോഴായിരിക്കണം ഇതൊക്കെ? സയ്യിബാണെന്നുള്ള വാദം സയ്യിബാണ് എന്നുള്ള വാദം എപ്പോഴായിരിക്കണം എന്ന് വെച്ചാൽ ഖബല അഖ്ദിൻ അലൈഹ അഖ്ദ് നടക്കുന്നതിന് മുമ്പായിരിക്കണം. ബി യമീനിഹ പ്രസത്തിൽ. അപ്പോൾ യമീനില്ലാതെ തന്നെ ബക്കാറത്തിൻ്റെ വാദം സ്വീകരിക്കും. സയ്യിബാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ അഖ്ദിൻ്റെ മുമ്പാണ് പറയുന്നത് ഞാൻ സയ്യിബാണ്, അതുകൊണ്ട് എൻ്റെ സമ്മതമില്ലാതെ കെട്ടിക്കാൻ പറ്റില്ല എന്നൊരു പെണ്ണ് പറഞ്ഞു. ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്നോ എന്തോ കാരണത്താൽ അവൾ കാരണമൊന്നും പറയണമെന്നില്ല, ഞാൻ സയ്യിബാണ് എന്ന് പറഞ്ഞു, ഞാൻ കന്യകത്വം നഷ്ടപ്പെട്ടവളാണെന്ന് പറഞ്ഞാൽ അവളെ വാദം സ്വീകരിക്കപ്പെടും. എപ്പോഴും ബി യമീനിഹ കോടതിയിൽ സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ ഖാദിമാരുടെ പ്രസക്തിയാണ് ഇതൊക്കെ. ഈ സത്യം ചെയ്യിക്കലൊക്കെ ഇവിടെയാണ്, കോടതി മുമ്പാകെയാണ്, ഖാദിൻ്റെ മുമ്പാണല്ലോ.
വൈലം തസ്സബജ് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലും വലം തദ്കുർ സബബൻ കാരണമൊന്നും പറഞ്ഞില്ല, അവൾ സയ്യിബാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ പോലും അവൾ സത്യം ചെയ്യണം. ഫലാ തുസ്അലു അപ്പോൾ അവിടെ ചോദിക്കാൻ പാടില്ല അനി സബബില്ലതീ സ്വാറത്ത് ബിഹി സയ്യിബൻ, അവൾ ഏത് കാരണം കൊണ്ടാണ് സയ്യിബായി തീർന്നത് എന്ന ആ കാരണത്തെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല. അപ്പോൾ സ്ത്രീയെ ബക്കാറത്തിൻ്റെ വാദത്തിൽ ശരിക്കും അവിടെ സത്യം ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. സയ്യിബാണ് എന്ന് അഖദിൻ്റെ മുമ്പാണ് ഒരു പെണ്ണ് വാദിക്കുന്നതെങ്കിൽ നിക്കാഹ് കർമ്മം നടത്തുന്നതിന് മുമ്പ് വാപ്പി മകളും തർക്കം, വാപ്പ ഞാൻ കെട്ടിക്കുന്നു പറഞ്ഞു, എന്നെ കെട്ടിക്കാൻ പറ്റില്ല, എൻ്റെ സമ്മതം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ സമ്മതിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഓള് പറയുകയാണ് ഞാൻ സയ്യിബാണല്ലോ എന്ന്. എന്നാൽ ഓളെ വാദം സ്വീകരിക്കേണ്ടി വരും, കോടതിയിൽ പോയി സത്യം ചെയ്യും ഖാദിൻ്റെ മുന്നിൽ. അപ്പോൾ ഇനോളെ സമ്മതം ആവശ്യമായിരിക്കും. ഇനിയോട് കല്യാണം കഴിച്ചിട്ടില്ല, അതിൻ്റെ കാരണമൊന്നും പറഞ്ഞില്ലെങ്കിലും സയ്യിബാണെന്നുള്ള വാദം സ്വീകരിക്കും, സത്യം ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് സയ്യിബാണെന്ന് വാദിച്ചാലോ, നിക്കാഹിന് മുമ്പ് ഞാൻ സയ്യിബായിരുന്നു എന്നൊരു പെണ്ണ് വാദിച്ചാലോ, നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അവളെ വാദം എന്താവില്ല, സ്വീകരിക്കൂല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാനും അമലും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ സ്വർഗത്തിൻ്റെ അഹലുകാരിൽ പെടുത്തി തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമു തരട്ടെ. അള്ളാഹു നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.